യഹൂദന്മാരെയും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യഹൂദന്മാരെയും അതുപോലെ തന്നെ വഴിപിഴച്ച ഒഫൻഡേഴ്സായ തെറ്റുകാരായ യഹൂദന്മാരെയും വഴിപിഴച്ച ക്രിസ്ത്യാനികളെയും നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയിലേക്ക് മതം മാറിയ, ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയ വഞ്ചകന്മാരെയും, അതായത് ഈ പറയുന്ന ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയ വഞ്ചകന്മാരെയും നശിപ്പിക്കാൻ ഞങ്ങൾ അള്ളാഹയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ വഴികളിൽ കലാമിറ്റികൾ, നാച്ചുറൽ കലാമിറ്റികൾ, പ്രകൃതി ദുരന്തങ്ങൾ അവരുടെ മേൽ വീഴട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തീയുടെ അഗ്നിനാളങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ തീയുടെ അഗ്നിപർവ്വതത്തിൽ ഒഴുകുന്ന ലാവ പോലെ കൊണ്ട് അവരെ മൂടിക്കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേദനകളും രോഗങ്ങളും വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ കൊല്ലുവാൻ, അവർ മരിക്കട്ടെ എന്ന് നീ ആഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ അതിതീവ്രമായ ശിക്ഷകൾ അള്ളാഹു കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നസറാൻ എന്നവിടെ പറയുന്ന ക്രിസ്ത്യാനി, യഹൂദ എന്ന് പറയുന്ന യഹൂദന്മാരും ഇസ്രായേൽ. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ മുഴുവൻ നീ കേൾക്കണമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. ഇത് കബയിൽ പരസ്യമായിട്ട് നടത്തി സൗദി ടെലിവിഷൻ പുറത്തുവിട്ട ക്ലിപ്പാണ്. ഇതാണ് ഇവരുടെ പ്രാർത്ഥനയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും നശിപ്പിച്ച് കളയണമേ, അവരെ മുച്ചൂടും മുടിക്കണമേ, അവരുടെ മേൽ ശിക്ഷകൾ വരട്ടെ, അവരുടെ മേൽ അഗ്നിപർവ്വതം പൊട്ടിയൊലിക്കട്ടെ, അവരുടെ മേൽ പ്രകൃതി ദുരന്തങ്ങൾ വീഴട്ടെ, ഞങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളായി മാറിയ ചതിയന്മാരെയെല്ലാം നശിപ്പിച്ച് കളയണമേ എന്ന് അള്ളാഹയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് കബയിൽ വെച്ചിട്ട്, ഏറ്റവും ഇവരുടെ പവിത്രമായി കരുതുന്ന കബയിൽ വെച്ചിട്ട്. നിങ്ങൾ ഇപ്പോൾ റോമൻ കത്തോലിക്ക ചർച്ചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് വത്തിക്കാനിൽ മാർപ്പാപ്പ നടത്തുന്ന പ്രാർത്ഥനകൾ പരസ്യമായി വത്തിക്കാനിൽ ലൈവ് ടി വിയിൽ നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും മാർപ്പാപ്പ എന്നെങ്കിലും നമ്മളുടെയൊക്കെ ചരിത്രത്തിൽ എവിടെയെങ്കിലും മറ്റ് ജാതിക്കാരും മറ്റ് മതക്കാരൊക്കെ മുടിഞ്ഞ് നണ്ടപ്പാൽ പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും പ്രാഗെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി പോട്ടെ, ഹിന്ദുമത പ്രാർത്ഥനകൾ എടുത്തു നോക്കുക. ഈ ഹിന്ദുമതത്തിൻ്റെ എന്തെങ്കിലും വലിയൊരു മേളയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ മുടിഞ്ഞ് നാശക്കാല് പറിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി പോട്ടെ, ജൈനന്മാരുടെ പ്രാർത്ഥന എടുത്തു നോക്കുക, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ യഹൂദന്മാരുടെ പ്രാർത്ഥന എടുത്തു നോക്കുക, അല്ലെങ്കിൽ മറ്റേത് മതക്കാരുടെയും പ്രാർത്ഥന എടുത്തു നോക്കുക. അവരാരും ഇപ്പോൾ ഇന്ത്യയുടെ ഹിന്ദുമതത്തിൻ്റെ കോൺസെപ്റ്റ് പോലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകട്ടെ, വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് എല്ലാ മതങ്ങളും തന്നെ നയിക്കുന്നത്. നിന്നെ ഇടത് കർണത്തടിക്കുന്നവൻ എന്നിട്ട് വലത് കർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവാണ് ക്രിസ്ത്യാനികൾ ദൈവമായി ആരാധിക്കുന്ന യാഹു എന്ന സത്യ ഏകദൈവം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി മറ്റ് മതക്കാരെല്ലാം മുടിഞ്ഞ് നാശം വരണമേ, ഞങ്ങളിൽ നിന്ന് ആ മതത്തിലേക്ക് പോയവരെല്ലാം നശിച്ചു പോകണമേ, യഹൂദന്മാരും ക്രിസ്ത്യാനികളൊക്കെ മുടിഞ്ഞ് നാശം വരണമേ എന്ന് പരസ്യമായി പ്രാർത്ഥിക്കുന്ന ഈ മതത്തിൻ്റെ പേരാണ് ഇവർ പറയുന്ന ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് ചിറകടിച്ച്